എന്റെ ചായക്കട ചേട്ടാ, വേഗം നല്ല ചൂടുള്ള സമൂസ എടുത്തേ. മോട്ടു, നിന്റെ വയറ് ശരിയല്ല. ഡോക്ടർ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന്. എന്റെ പത്തിലു ഡോണ്ട് വറി, ഞാൻ ഡോക്ടർ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് അനുസരിക്കും. സമൂസേ. അല്ല, ഇതെന്താ ഈ കാണിക്കുന്നേ? ചേട്ടാ, എന്റെ വയറിന് സുഖമില്ല. ഡോക്ടർ ജഡ്ക എന്നോട് പുറത്തുനിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തുള്ള ഉരുളക്കിഴങ്ങും മസാലയും കഴിക്കുന്നത്. അതെ, നിനക്ക് എന്തെന്നെ സംഭവിച്ചാലും വിരോധമില്ല, പക്ഷെ സമോസ തിന്നേ മതിയാവൂ. എന്നാ ശരി, എനിക്കൊരു കപ്പ് ചായ തരാമോ? ഇതാ കൊണ്ടുവന്നു പത്തുള്ളൂ. അല്ല, ഇതെന്താ? എന്ത് ചെയ്യാൻ, കുറെ നാളായി വെള്ളം വരുന്നില്ല. ചായ എങ്ങനെ ഉണ്ടാക്കാനാ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ വെള്ളം വരുന്നുണ്ടോ? അതെ, ഞങ്ങളുടെ വീട്ടിലും വെള്ളം വരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നം മാത്രമാണെന്ന്. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്ത് പ്രോബ്ലം വരാനാ? ഞാൻ എല്ലാവർക്കും വെള്ളം കൊടുത്ത് ഒരു സാമൂഹിക സേവനം ചെയ്യാൻ വന്നിരിക്കുക. പാവപ്പെട്ട ആൾക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ പൈസ തരുന്നവരെടുത്തത് പൈസ വാങ്ങിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെ, ഞാൻ ഒരുപാട് പാവപ്പെട്ടവനാ. എത്രയും വേഗം എനിക്കൊരു ഡ്രം വെള്ളം താ. ചായ വടയൊക്കെ വിറ്റ് കഴിഞ്ഞാ തനിക്ക് ഒരുപാട് കാശ് കിട്ടില്ലടോ. പിന്നെ എന്തിനാടോ ഇയാള് ദരിദ്രനാണെന്ന് പറയുന്നത്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഇയാൾക്ക് ഒരു ഡ്രം വെള്ളം കൊടുക്കണം. എന്നിട്ട് 500 രൂപയും വാങ്ങിച്ചോ. 500 രൂപയോ? ഇവൻ എല്ലാവരെയും കൊള്ളയടിക്കാണ്. വരൂ, നമുക്കിത് ചിങ്കം സാറിനോട് ചെന്ന് പറയാം. വരൂ. വെള്ളം 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 തണുത്ത വെള്ളം 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 തണുത്ത വെള്ളം. ഇതെന്താ വെള്ളം വരാത്തത്? എന്റെ അമ്മ, വെള്ളം തീരെ വരുന്നില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ഒന്ന് മര്യാദക്ക് കുളിക്കുക? എങ്ങനെ 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 എങ്ങനെ? വെള്ളം കുളിക്കാൻ വെള്ളം വേണം. വെള്ളം എനിക്കിപ്പോ കാണാൻ പറ്റില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ മോട്ടു പത്രുവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിങ്കം സാറേ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. സാറേ, നഗരം മുഴുവൻ വെള്ളം വരുന്നില്ലെന്നേ. എനിക്കത് അറിയാന്നേ. അതുകൊണ്ടല്ലേ ഞാൻ തോർത്തെടുത്തോണ്ട് ഇതുവഴി നടന്നു പോകുന്നത്. ചെല്ലു, വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടൊരു കംപ്ലൈന്റ് കൊടുക്കൂ. ഒന്ന് പോകൂ, എന്നിട്ട് എന്നെ ഒന്ന് വെറുതെ വിടൂ. എന്റെ കണ്ണിനകത്ത് മുഴുവൻ സോപ്പിന്റെ പതയാണ്. എനിക്കിപ്പോ കുളിക്കാൻ തണുത്ത വെള്ളം വേണം. മോട്ടു പത്തലു, വാട്ടർ പൈപ്പ് ലൈനിൽ എന്തോ ബ്ലോക്ക് ഉണ്ട്. ഞങ്ങൾ പൈപ്പ് ലൈൻ വൃത്തിയാക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട്. 1-2 ദിവസത്തിനകം വരും. 1-2 ദിവസോ? ശരിയാവില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പൈപ്പ് ലൈൻ ഒന്ന് കാണിക്ക്, ഞങ്ങൾ ശരിയായിക്കോളാം. ഓഫീസർ, ഈ വെള്ളത്തിന്റെ ക്യാൻ ഞാൻ നിങ്ങൾക്ക് തരാം. എന്റെ വക ഒരു ചെറിയ പാരിതോഷികമായിരിക്കട്ടെ. ചെറിയൊരു പാരിതോഷികം. ഓഹോ, താങ്ക്സ്. നിങ്ങൾ ധൈര്യമായി സമാധാനത്തോടെ മുകളിൽ പോയി ഇരുന്നു. ഞാൻ മോട്ടുവിന്റെയും പത്തലുവിന്റെയും കൂടെ പോയി ആ പൈപ്പ് ലൈനൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഓ, താങ്ക്സ് ജോൺ. നിങ്ങൾ എന്ത് നല്ല മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഫുർഫുറി നഗരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ മഹാനും ദയാലുവും വലിയ മനസ്സുള്ള നല്ല മനുഷ്യർ എന്ത് രസമായേനെ. അപ്പൊ ശരി, വെള്ളത്തിന്റെ ടാങ്കർ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് എത്തിക്കില്ലേ? കൊടുത്തേക്കാം സാർ, അതും ഫ്രീ ഓഫ് കോസ്റ്റ്. താങ്കളെ പോലെ നല്ല ഹൃദയമുള്ള മനുഷ്യരുടെ അടുത്തത് ജോൺ എങ്ങനെയാണ് പൈസ വാങ്ങിക്കുക? മോട്ടു പത്തലു, നിങ്ങൾ എന്റെ കൂടെ വാ. നമുക്ക് ഒരുമിച്ച് സാമൂഹിക സേവനം ചെയ്യാം. നീ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അകത്ത് വരുന്നുണ്ടോ ഇല്ലയോ? മോട്ടു പത്തലു, ഇനി ജീവിതകാലം മുഴുവനും നിങ്ങൾ അകത്ത് തന്നെ ഇരുന്നു. നിങ്ങളെ പുറത്തിറക്കാൻ ഇവിടെ ആരും വരില്ല. ഇവൻ നമ്മളെ കുടുക്കി കളഞ്ഞല്ലോ. എന്തായാലും അകത്ത് വന്നില്ലേ, വാ നമുക്ക് ഈ പൈപ്പ് ലൈനിലകത്ത് എന്താ പ്രശ്നമെന്ന് പോയി നോക്കാം. എന്റെ മോട്ടു, നമുക്ക് സംഭവിക്കാനുള്ളതൊക്കെ ഇപ്പൊ സംഭവിച്ചു. നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇപ്പൊ സഹായം ചെയ്യാം. എന്താ ഇത്?
നോക്കി നോക്കാം. ഇതൊരു സിമന്റ് കൊണ്ടുണ്ടാക്കിയ ചുവരാണല്ലോ. വരൂ, നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇതിനപ്പുറത്ത് എന്താ ഉള്ളതെന്ന്. സൂക്ഷിച്ച്. അമ്മേ, നീ എന്തായി ചെയ്യുന്നത്? സോറി. എന്റെ മോട്ടു ഭിത്തിയാണ് പൊളിക്കേണ്ടത്, എന്റെ തലയല്ല. സോറി. എനിക്കറിയില്ല ഇതെങ്ങനെ വീണ്ടും നിന്റെ തലയിൽ വന്ന് വീഴുന്നെന്ന്. സോറി അഗൈൻ. സൂക്ഷിച്ച്. എന്റെ അമ്മേ, മോട്ടു പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ എന്താ ചെയ്യണ്ട പത്ലു? എന്ത് തന്നെ തല്ലിയിട്ട് ചുവര് പൊട്ടുന്നില്ലല്ലോ. മോട്ടു, ഭിത്തിയുടെ അപ്പുറത്ത് വെള്ളമുണ്ട്. ബല്ലേ, നമ്മള് വെള്ളം തുറന്നു വിട്ടടാ. അപ്പൊ ആരോ ചുവര് പണിഞ്ഞ് വെള്ളം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. വെള്ളം വരുന്ന സ്ഥലം അടയ്ക്കാൻ നോക്ക്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള വെള്ളം മുഴുവനും ഇങ്ങോട്ട് വരും. നമ്മൾ എവിടേക്കാ ഓടി രക്ഷപ്പെടുക? പുറത്തേക്കുള്ള വഴിയും അങ്ങ് അടഞ്ഞു പോകും. വേഗം അടയ്ക്കാൻ നോക്ക്, വേഗം, നന്നായിട്ട്. ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? അപ്പൊ ഇതാണ് കാര്യം അല്ലേ? വെള്ളത്തിന്റെ പൈപ്പ് ബ്ലോക്ക് ചെയ്യുക, എന്നിട്ട് ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതിരിക്കുക, എന്നിട്ട് സ്വയം ടാങ്കറിൽ വെള്ളം നിറച്ചിട്ട് അത് കൊണ്ടുപോയി വിൽക്കുക. ഞാൻ എവിടൊക്കെ പോകുന്നു അവിടെ എല്ലാം വന്ന് ചാടിക്കോളും. ജനിച്ച കാലം മുതല് എന്നെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് വാ, മോട്ടു പത്ലുവിനെ വേഗം ടാങ്കറിൽ പിടിച്ചിടാൻ നോക്ക്. വേഗം വേണം. ഇനി അവൻ ഒരിക്കലും രക്ഷപ്പെടരുത്. മോട്ടു, ഇവിടുന്ന് പോകാൻ നമുക്ക് ഒരു 10-12 കിലോമീറ്റർ ദൂരേക്ക്. വേഗം പോടെ. ഇടിച്ച് തെറിപ്പിക്കുക. ഹലോ ചിങ്കം സാറേ, ഒരു വെള്ളത്തിന്റെ ടാങ്കർ ഞങ്ങളുടെ പുറകെ കൂടിയിരിക്കുക. വേഗം വരൂ. എന്ത് വെള്ളത്തിന്റെ ടാങ്കറോ? അത് കലക്കി. നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരെ, ഞാൻ നിങ്ങളെ രക്ഷിക്കാന്നേ. ആ ടാങ്കറിനകത്തുള്ള വെള്ളം മുഴുവനും ഞാൻ ഉപയോഗിച്ചോളാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കാണ്. വെള്ളം, തണുത്ത വെള്ളം. എന്റെ മോട്ടു ചിങ്കം സാറിന് എപ്പോഴും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ലിഫ്റ്റ് ഒന്നും തരുവല്ല, ചേസ് ചെയ്യുക. ഇറങ്ങി ഓടിക്കോ. സോറി. ഓ മോട്ടു, നിന്റെ ഒരു കാര്യം. ഹലോ, ബൈ എയർ ഡെലിവറി. യെസ്, ബൈ എയർ ഡെലിവറി. 2 പ്ലേറ്റ് സമൂസ വേഗം ഫുർഫുറി നഗർ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവാ. 2 പേര് ഓടിപ്പോകുന്നുണ്ട്, അവർക്ക് കൊടുക്കണം. ഓക്കെ, 2 പ്ലേറ്റ് ദോശ ഫുർഫുറി മൈതാനത്തിൽ 2 സമൂസ ഓടിക്കൊണ്ടിരിക്കുന്നു. അതായത് 2 സമൂസയല്ല ഓടിപ്പോകുന്നത്, 2 ആൾക്കാരാ ഓടിപ്പോകുന്നത്. അവർക്ക് 2 പ്ലേറ്റ് സമൂസ കൊടുക്കാനാ പറഞ്ഞത്. ഓക്കെ, 2 പ്ലേറ്റ് ദോശ. താങ്ക് യു. സമൂസ ഓർഡർ ചെയ്താണോ? പൊളിച്ചേ. അല്ല, എന്താ ഇത്? വേഗം ഓടിക്കോ, ഇതെന്തൊരു കുരുക്കാ. അതെ, നിർത്തൂ. സമൂസ ബ്രേക്ക് ആണ്. സമൂസ കഴിച്ചിട്ട് നമുക്ക് ഓർഡർ സ്റ്റാർട്ട് ചെയ്യാം. നിർത്തിയത് എന്തിനാ? ഇടിച്ച് തെറിപ്പിക്ക. അവനെങ്ങാനും സമോസ കഴിച്ച പിന്നെ നിന്നെ ആയിരിക്കും ഇടിച്ച് തെറിപ്പിക്കുക. ഇവര് മണൽ മാഫിയ. കൊള്ളാം, എന്ത് ഫാസ്റ്റ് ഡെലിവറിയാണ്. ഇത് ദോശയാണല്ലോ. ഹലോ, സമൂസയാ ചോദിച്ചത്, സമൂസ. ദോശ ഞങ്ങൾ കൊടുത്തയച്ചല്ലോ. D4 ദോശയല്ല, S4 സമൂസ.
ഓക്കേ യെസ് ഫോർ ദോശ. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നേ? യെസ് ഫോർ സമൂസ. യു ആർ ദ പ്രോബ്ലം ഓഫ് വെള്ളം. നമ്മുടെ മോട്ടുപത്രു വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇവര് രണ്ടുപേരോടും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ മേയർ സാറിന്റെ അടുത്ത് ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പോവാണ്. ഇവർക്ക് ഇതിനു വേണ്ടി നല്ലൊരു സമ്മാനം കൊടുക്കാനായി. ഹാ. എത്ര നേരമായി ഒരു മത്സ്യം പോലും കുടുങ്ങുന്നില്ലല്ലോ. എപ്പ ചൂണ്ട പുറത്തെടുത്ത് നോക്കിയാലും ഇര മാത്രം ഉണ്ടാവൂല. ഇരയെ മാത്രം എങ്ങനെയാണോ അത് കടിച്ചു തിന്നുന്നത്? ഇപ്പോഴത്തെ മീനുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിയാന്നാ തോന്നുന്നേ. ഇതെന്താ? ഇതൊരു ഹാറ്റ് ആണല്ലോ. നീ എന്താണ് ഈ ചെയ്യുന്നത്? അല്ല, ഇതെന്ത് കോപ്പിലെ ഹാറ്റാ? സംസാരിക്കുന്നു, ഇളകി കളിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഭൂതമാണെന്നാ. ഞാനൊരു ഏലിയൻ ഹാറ്റാണ്. ആരുടെ തലയിൽ ഇരിക്കുന്നോ അവർക്ക് എന്ത് പവറും എനിക്ക് കൊടുക്കാൻ കഴിയും. മനസ്സിലായോ? ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു പത്ലു, ചെന്നിട്ട് നമുക്കിരുന്ന് ആലോചിക്കാം എന്തൊക്കെയാ ചെയ്യേണ്ടത്. നീ എന്താ ഈ കോമാളി കാറ്റൊക്കെ ഇട്ടോണ്ട് വരുന്ന മോട്ടു? നീ തൊപ്പി വെക്കാതെ തന്നെ ഒരു കോമാളിയാ മോട്ടു. തൊപ്പിയൊക്കെ വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മിസ്റ്റർ ഹാറ്റ്, നിന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഈ ബോക്സർ എപ്പം നോക്കിയാലും ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കും. എനിക്ക് പവർ തരൂ. എനിക്ക് ഇദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുണ്ട്. അപ്പൊ ശരി, ഐ ഗിവ് യു ദ പവർ. വരൂ വരൂ, നമുക്കൊരു കൈ നോക്കാംന്നേ. കുറെ ദിവസമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ പീഡനം സഹിക്കുക. ഇനി പറ്റില്ല. പത്തലു, മോട്ടോന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഇടി മേടിക്കാൻ വേണ്ടി എന്തിനാ ഇവൻ ഇത്ര ഉത്സാഹം കാണിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ ഊഴമാണ്. കമോൺ ഫൈറ്റ്. നിന്നാ പേടി. ഇല്ല, നിന്നെ വെറുതെ വിടൂല്ല. ഇനി ഞങ്ങളെ വന്ന് കളിയാക്കുവോ? ഇത്ര നന്നായിട്ട് നീ ബോക്സിംഗ് എപ്പോഴാ പഠിച്ചേ? ഇപ്പൊ കണ്ട എന്റെ അഭിനയം. അതെ, ആരെങ്കിലും ഓൾഡ് മാനെ ഒന്ന് സഹായിക്കേ. ഇയാൾക്ക് എന്താ പറ്റിയേ? ഞാൻ ഡോക്ടറാണ്. ഇയാൾക്ക് സൂര്യന്റെ ചൂട് കൊണ്ട് തലചുറ്റല് വന്നു. ആരെങ്കിലും ഇയാളെ ഒരു തൊപ്പി ധരിപ്പിച്ച് രക്ഷപ്പെടുത്തൂ പ്ലീസ്. താങ്ക് യു മൈ ചൈൽഡ്. തൊപ്പി വെച്ചതിന് നന്ദി. ഐ വോണ്ട് ടു ഫ്ലൈ. ഓക്കേ, ഐ ഗിവ് യു ദ പവർ. ഇത് ജോണാണ്. തൊപ്പിയും അടിച്ചോണ്ട് പോവാണ്. ജോണെ അവിടെ നിക്ക്. ജോൺ, എന്റെ ഹാറ്റ് തിരിച്ചു തരൂ. ഐഡിയ. നിൽക്ക് ജോണേ. ജോൺ, എവിടെ? ജോൺ. തിരിച്ചു തരൂ. പത്തിലു, എന്നെ ഒന്ന് വെറുതെ വിട്. ഒന്ന് പറക്കാനെങ്കിലും അനുവദിക്കണേ. എപ്പ നോക്കിയാലും പുറകെ വന്നോളൂ. നാണമില്ലല്ലോ നിങ്ങൾക്ക്. ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ.
എന്റെ അമ്മോ, നിക്ക് ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. ആകാശത്ത് നിന്ന് മോട്ടു പത്രുള്ള എന്റെ മീതെ വന്ന് വീണത്. കണ്ണ് തുറക്ക് ചിങ്കം സാറേ, ഇത് ഞങ്ങളാ. സാറേ, ഞങ്ങൾക്ക് നദിന്ന് ഒരു ഏലിയൻ ഹാറ്റ് കിട്ടിയിരുന്നു. എന്തും ചെയ്യാനുള്ള പവർ തന്നിരുന്നു. ആ ഹാറ്റ് ജോൺ ഞങ്ങളടുത്ത് നിന്ന് അടിച്ചു മാറ്റി. അതുകൊണ്ട് ഞങ്ങൾ അവനെ ചേസ് ചെയ്യായിരുന്നു. എന്നാ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ചേസ് ചെയ്തോടെ, ഞാനും നിങ്ങളോടൊപ്പം വരാം. ആ മിസ്റ്റർ ഹാൻ, എനിക്ക് ശക്തി തരൂ. ഞാൻ ഈ ലോക്കർ ഒന്ന് തുറക്കട്ടെ. ഐ ഗിവ് യു ദ പവർ. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ജോൺ എംപോസിബിൾ. നീ സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഫയർ ചെയ്യും. മിസ്റ്റർ ഹാൻ, എനിക്ക് ചിങ്കത്തിന്റെ വെടിയുണ്ട് തടുക്കാനുള്ള ശക്തി തരൂ. ഐ ഗിവ് യു ദ പവർ. എന്റെ സാറേ, എപ്പോഴെങ്കിലൊക്കെ മുന്നോട്ട് വന്ന് വെടി വെക്കേ. ഈ ചിങ്കം സാറിന്റെ തേങ്ങയൊക്കെ നമ്മൾ എന്നാ വെറുതെ വിടുക? മിസ്റ്റർ ഹാൻ, എനിക്ക് ബൈക്കിനേക്കാൾ സ്പീഡിൽ പോയി ഇവിടെ ഓടി രക്ഷപ്പെടണം. ഐ ഗിവ് യു ദ പവർ. ഇത്രയോ സ്പീഡ് വേണ്ടായിരുന്നു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തേലും ആലോചിക്കൂ. ഐഡിയ. ഡോക്ടർ ജഡ്ക, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. മിസ്റ്റർ ഹാൻ, എനിക്ക് ശക്തി തരൂ. എല്ലാവരുടെയും പേഴ്സും ആഭരണങ്ങളും പറന്ന് എന്റെ കയ്യിലെത്തണം. ഐ ഗിവ് യു ദ പവർ. ഞാൻ മഹാനാണ്, വലിയ ശക്തിമാനുമാണ്. ജോൺ, എന്റെ ഹാറ്റ് നിന്റെ ഹാറ്റിനേക്കാളും പവർഫുൾ ആണ്. വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ ഏറ്റുമുട്ടാം. ഏറ്റുമുട്ടാൻ ഞാൻ തയ്യാറാണ്. നിന്നെ തോൽപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മോട്ടു. ഒഴിച്ചു നോക്കാം ഡോക്ടർ ജഡ്കയുടെ കെമിക്കല് വർക്കാകോ ഇല്ലയോ എന്ന്. അതെ ജോൺ, എന്റെ ഹാറ്റ് ചെയ്യുന്നതൊന്നും നിന്റെ ഹാറ്റ് ഒരിക്കലും ചെയ്യില്ല. ദേ ഇത് കണ്ടോ എന്റെ ഹാറ്റിന്റെ കഴിവ്. എന്റെ ഹാറ്റ്, പൊന്നു ഹാറ്റ്, ദയയുടെ സാഗരമേ, വേഗം തന്നെ കാറിന് വേഗം സ്വർണ്ണക്കാറാക്കൂ. എന്റെ മോട്ടു, പൊന്നു മോട്ടു, എടുത്തോ എന്റെ പവർ. മിസ്റ്റർ ഹാൻ, ഞാൻ എന്റെ വാന് സ്വർണം കൊണ്ടുള്ള വണ്ടിയേക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ഗിവ് യു ദ പവർ. പോകൂ, നിങ്ങൾ വാനിന്റെ അടുത്തേക്ക് പോകൂ. നിങ്ങൾ ആവശ്യപ്പെട്ടത് അപ്പോൾ നടക്കും. ബോസ് ബോസ്, ഉറങ്ങാൻ പാടില്ല. ഉണർന്നിരിക്കൂ. മിസ്റ്റർ ഹാൻ, വാനിനെ ഗോൾഡ് ആക്ക്. ഗോൾഡ് കേട്ടില്ലേ? അതെനിക്ക് ചെയ്യാനൊന്നും കഴിയില്ല. വേണമെങ്കിൽ നിനക്ക് സ്വർണം കിട്ടാനുള്ള ശക്തി ഞാൻ തരാം. കാണൂ, എന്റെ ഈ ഹാറ്റിന്റെ മറ്റൊരു കഴിവ് കൂടി. പൊളിച്ചെടുത്തല്ലോ, ഈ കാർ എങ്ങനെ സ്വർണ്ണക്കാരായി മാറിയത്? ഓഹോ, ഇതൊക്കെ എന്റെ കെമിക്കലിന്റെ ഫലമാകസിട്ട്. അതേതെങ്കിലും ഒരു വസ്തുവിന്റെ പുറത്തടിച്ച് കുറച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന്റെ ചൂട് കൊണ്ട് അത് പിന്നെ സ്വർണ്ണ കളറായി മാറും. അതൊരിക്കലും ശരിക്കുമുള്ള സ്വർണമല്ല. ജോണിനെ നമ്മള് മണ്ടനാക്കിന്നെ. ഇനി ചന്ദ്രനെ അപ്രത്യക്ഷമാക്കണം. പ്രൊജക്ടർ ഓൺ ചെയ്തോളൂ. ഓഹോ, അത് കൊള്ളാം. ഇന്ന് അമാവാസിയാണല്ലോ അല്ലേ? ചന്ദ്രൻ മറഞ്ഞിരിക്കുന്ന ദിവസം. അല്ലെങ്കിൽ ഇപ്പൊ 2 ചന്ദ്രൻ വന്നേന്. എന്റെ ഹാറ്റ്, പൊന്നു ഹാറ്റ്, ദയയുടെ സാഗരമേ, കാണാതാവട്ടെ ചന്ദ്രൻ, അതിന് തന്നോളൂ എനിക്ക് പവർ. എന്റെ മോട്ടു, പൊന്നു മോട്ടു, എടുത്തോ എന്റെ പവർ. വരൂ, മാഞ്ഞു പോകൂ അമ്പിളി മാമ. ഇത്രയും അധികം ശക്തിയോ? മിസ്റ്റർ ഹാൻ, നിങ്ങൾക്ക് എന്താ എനിക്ക് ഇത്രയും ശക്തി തരാൻ കഴിയില്ലേ?
തരാൻ പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ചന്ദ്രനിലേക്ക് പോകാനുള്ള പവർ തരാം, അല്ലാണ്ട് അപ്രത്യക്ഷമാക്കാൻ പറ്റില്ല. ചെല്ല് ജോണേ, നിന്റെ ഹാറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്ന് ചെയ്യേ. എന്റെ ഹാറ്റ് അത്രയ്ക്ക് പവറുള്ള ഹാറ്റാ. എന്റെ പൈശാചിക ബുദ്ധിയുടെ ഫാക്ടറിയിൽ ഒരു പുതിയ ഐഡിയ ഉടലെടുത്തിരിക്കുകയാണ്. മിസ്റ്റർ ഹാറ്റ്, എനിക്ക് പവർ തരൂ. ഞാൻ മോട്ടുവിന്റെ ഹാറ്റ് ഒന്ന് മോഷ്ടിക്കട്ടെ. ഐ ഗിവ് യു ദ പവർ. മോട്ടു പത്തലു, നിനക്കൊക്കെ സൂപ്പർ പവറുള്ള ഹാറ്റ് ചിലപ്പോ ഉണ്ടായെന്ന് വരും. പക്ഷെ ജോണിന്റേത് പോലുള്ള സൂപ്പർ ബുദ്ധി നിനക്കൊക്കെ എവിടുന്ന് കിട്ടാനാണ്? ഇപ്പൊ എന്റെ കയ്യില് 2 ഹാറ്റായി. എനിക്ക് നിന്റെ സൂപ്പർ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എന്റെ കയ്യിൽ അതിലും വലിയ ബുദ്ധിയുണ്ട്. മിസ്റ്റർ ഹാറ്റ്, എനിക്ക് ജോണിനെ അടിച്ചു വീഴ്ത്താനുള്ള പവർ വേഗം തരൂ. ഐ ഗിവ് യു ദ പവർ. എടാ ജോണേ, വേണ്ട 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 വേണ്ട. ചിങ്കം സാറേ, ഒന്ന് വേഗം വാ. എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ജയിലിട്. മോട്ടുവിന്റെ കൈ കൊണ്ട് ഇടികൊണ്ടാണ് എനിക്ക് ശീലം. 10 രൂപന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. എന്റെ പൊന്നു ചിങ്കം സാറേ, ഒന്ന് വേഗം വരൂ. എനിക്കിനി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് The name. The name is ചിങ്കം. ചിങ്കത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ. കേട്ടല്ലോ, ഇമ്പോസിബിൾ. ഇനി എന്നെ ജയിലിലേക്ക് കൊണ്ടുപോ. എനിക്ക് സമയമില്ല, അതുകൊണ്ട്. മിസ്റ്റർ ഹാറ്റ്, നിങ്ങൾ നിങ്ങളുടെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോകൂ, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ മിസ്യൂസ് ചെയ്യും. നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്, സത്യസന്ധരും വളരെ നല്ല മനസ്സുള്ളവരുമാണ്. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ശരി, ഞാൻ ഇതാ പോകുന്നു. ബൈ.